കടൽ കാറ്റേറ്റ് സൂര്യനെ നോക്കി ചിരിക്കുന്ന സൂര്യകാന്തി പൂക്കൾ. പൂഴിമണ്ണിലെ പൊന്നോണ വസന്തം മറ്റെവിടെയുമല്ല, തലസ്ഥാനത്തെ തുമ്പയിലാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ 6 ഏക്കറിലാണ് സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നത്. കാഴ്ചകളിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്തോ തോവാളയിലോ അല്ല, നമ്മുടെ തലസ്ഥാനത്തെ തീരദേശത്തോട് ചേർന്ന് നിൽക്കുന്ന തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ കോമ്പൗണ്ട് ഗ്രൗണ്ടിലാണ്. ഇവിടെ കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുകയാണ് സൂര്യകാന്തി പൂക്കൾ. നേർത്ത കടൽക്കാറ്റ്, ഇളം സൂര്യപ്രകാശം, വന്നവരുടെയൊക്കെയും കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയിൽ ഒരു പൂപ്പാടം. കാണുന്നവർക്ക് കണ്ണും മനസ്സും ഒരുപോലെ നിറയും. വന്ന് കണ്ടു, കണ്ണിന് കുളിർമ, ഹൃദയത്തിന് സന്തോഷം. അപ്പോൾ ഓർക്കുകയാണേ, നമ്മുടെ കടൽപ്പുറത്ത് ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുമല്ലോ എന്നൊരു തോന്നൽ. ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. വരുന്നവരുടെ ലക്ഷ്യം പൂപ്പാടം കാണുന്നതിനൊപ്പം നല്ല കുറച്ച് പടങ്ങൾ എടുക്കുക എന്നതുമാണ്. ഒരു വശത്ത് സൂര്യകാന്തിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ മറുവശത്ത് ഓറഞ്ചും മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ്. അതിനപ്പുറത്ത് വാടാമല്ലി. ോളം സൂര്യകാന്തി പൂക്കളും ഒപ്പം 20,000-ഓളം ചെണ്ടുമല്ലിക പൂക്കളും കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് വാടാമല്ലിയും കാണാം. സ്ഥലം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഫോട്ടോ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ്. തമിഴ്നാട്ടിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ട് നാട്ടിലുള്ള വൈബ്. എനിക്കിഷ്ടപ്പെട്ടു. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയത് 2020 മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ സുജിത്ത് എന്ന വ്യക്തിയാണ്. 8 വർഷമായി സുജിത്ത് പൂക്കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് കുടുംബത്തിനും നെക്സ്റ്റ് തലമുറയ്ക്കും നമ്മുടെ കൃഷി എന്താണ്, കൃഷിയുടെ പ്രാക്ടീസസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ചെറിയൊരു തോട്ടമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൃഷി ഉപയോഗിക്കുന്ന മെഷീൻസ് എല്ലാം നമുക്കുണ്ട്. മെക്കനൈസ്ഡ് ഫാമാണ് നമ്മളത്. അതുപോലെ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ എല്ലാത്തിനും ഡെമോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞൊരു പാടം. അപ്പം ഈ കാർഷിക മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ പുതുതലമുറക്ക് നമുക്കത് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് റീൽസ് എടുക്കാനും ഫോട്ടോയെടുക്കാനും സ്ഥലം തപ്പി നടക്കുന്നവർക്ക് മികച്ച ഇടം തന്നെയാണ് ഈ പൂപ്പാടം. ഇപ്പോൾ തലസ്ഥാനത്തെ പൂപ്പാടത്തു നിന്നും ക്യാമറമാൻ റോഹിൻ രാജിനൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.